എല്ലാം കൊടിയേരിയുടെ മകൻ മറക്കുന്നുണ്ടാകാം. പക്ഷേ ഒന്നും മറക്കാതെ ആ വീട്ടിൽ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ ഉണ്ട്. വിനോദിനിക്ക് ഒന്നും മറക്കാൻ സാധിക്കില്ല. പ്രത്യേകിച്ചും ഇ.ഡി. തന്റെ വീട്ടിൽ കയറി റെയ്ഡ് നടത്തിയ ആ ദിവസം, അന്ന് മറ്റാരും പിന്തുണയ്ക്കാതെ നിന്ന ആ ദിവസവും അധികം വൈകാതെ തന്നെ തനിക്ക് മുന്നിൽ കാണേണ്ടി വന്ന പിണറായി വിജയന്റെ വീട്ടിൽ ഇ.ഡി. കയറിയ ദിവസവും, അത് രണ്ടും അവിടെ മുന്നിൽ പ്രതിരോധിക്കാൻ നിൽക്കുന്ന കൊടിയേരി ബാലകൃഷ്ണന്റെ മകനെയും അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വിനോദിനിയുടെ മനസ്സിൽ ചിലതൊക്കെ ഉണ്ട്. വിനോദിനിയും അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യയും ഒക്കെ തന്നെ ചിലതൊക്കെ മനസ്സിൽ വെച്ച് തന്നെ അവർ സൂക്ഷിക്കുകയാണ്. അധികമൊന്നും പുറത്തു പറയുന്നില്ല. പറഞ്ഞാൽ ഒരു പക്ഷേ താങ്ങാൻ കഴിയില്ല കേൾക്കുന്നവർക്ക്. എന്തായാലും മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെയും മകൾ വീണ വിജയന്റെയും വസതികളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡും അതിനെ തുടർന്നുണ്ടായ രാഷ്ട്രീയ ആക്രമണങ്ങളും വൻ വിവാദമായിരിക്കെ വിഷയത്തിൽ രൂക്ഷമായ പരിഹാസവുമായി നടൻ ജോയി മാത്യു രംഗത്ത് വരികയാണ്. അന്തരിച്ച CPM നേതാവ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ട കേസിൽ ഇ.ഡി. റെയ്ഡ് നടത്തിയപ്പോൾ CPM-ഉം പിണറായി വിജയനും സ്വീകരിച്ച നിലപാടും ഇപ്പോൾ പിണറായിയുടെ മകൾ വീണയുടെ കേസിൽ പാർട്ടി തീർക്കുന്ന അമിത പ്രതിരോധവും തമ്മിലുള്ള വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടിയാണ് ജോയി മാത്യുവിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പാർട്ടി സെക്രട്ടറിയുടെ മകന് ഒരു നീതിയും പ്രതിപക്ഷ നേതാവിന്റെ മകൾക്ക് മറ്റൊരു നീതിയും എന്നത് നേതാവിനു വേണ്ടി ജീവൻ കൊടുക്കാൻ നടക്കുന്ന പാർട്ടി അടിമകൾ മറക്കരുത് എന്ന് അദ്ദേഹം കുറിച്ചു. തന്റെ വീട് ഇ.ഡി. റെയ്ഡ് ചെയ്തപ്പോൾ വിദഗ്ധമായി കൈയൊഴിഞ്ഞ പിണറായി വിജയന്റെ മകളുടെ കേസിൽ റെയ്ഡ് ചെയ്യാനെത്തിയ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചവരെ തടയാൻ കാണിച്ച ബിനീഷ് കോടിയേരിയുടെ മനസ്സിനെ ജോയി മാത്യു പ്രത്യേകം പ്രശംസിച്ചു. ഇന്നലെ ബിനീഷ് കോടിയേരിയെയാണ് എനിക്ക് ഇഷ്ടമായത്. അത് കാണാതെ പോകരുത്. ശരിയായ കോടിയേരി രക്തം എന്നാണ് ജോയി മാത്യു ഫേസ്ബുക്കിൽ കുറിച്ചത്. വീണ വിജയന്റെ ബിസിനസ് ഇടപാടുകളുമായി ബന്ധപ്പെട്ട് പിണറായി വിജയൻ താമസിക്കുന്ന വീട്ടിൽ ഇ.ഡി. റെയ്ഡ് നടക്കുമ്പോൾ പുറത്ത് ഉദ്യോഗസ്ഥരെ തടയാനും പ്രതിഷേധിക്കാനും എത്തിയ CPM പ്രവർത്തകരുടെ മുൻനിരയിൽ ബിനീഷ് കോടിയേരിയും ഉണ്ടായിരുന്നു. മാത്രമല്ല, ആക്രമണത്തിന് മുതിർന്ന പ്രവർത്തകരെ തടയാൻ ബിനീഷ് കോടിയേരി ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കൗതുകകരമായ ഈ വസ്തുത ചൂണ്ടിക്കാട്ടിയാണ് നടന്റെ ഈ പ്രതികരണം. വീണ വിജയന്റെ കേസുമായി ബന്ധപ്പെട്ട ഇ.ഡി. റെയ്ഡിൽ CPM സംസ്ഥാന നേതൃത്വവും പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയനും പരിധിവിട്ട പ്രതിരോധം തീർക്കുമ്പോൾ മുൻപ് മറ്റൊരു PB അംഗമായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൾ ഉൾപ്പെട്ട ഇ.ഡി. കേസിലെ പാർട്ടിയുടെ ഇരട്ടത്താപ്പാണ് ഇതോടെ വീണ്ടും രാഷ്ട്രീയ ചർച്ചയാകുന്നത്. 2020-ൽ ബിനീഷ് കോടിയേരിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ ഇ.ഡി. മണിക്കൂറുകൾ നീണ്ട റെയ്ഡ് നടത്തുകയും ബിനീഷിനെ അറസ്റ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി. എന്നാൽ അന്ന് ബിനീഷിനെതിരെ ഉയർന്നത് വ്യക്തിപരമായ ആരോപണമാണെന്നും പാർട്ടി എന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുമായിരുന്നു കോടിയേരിയുടെയും പാർട്ടിയുടെയും ഔദ്യോഗിക നിലപാട്. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയനും ഇതേ നിലപാടാണ് നിയമസഭയിലും മാധ്യമങ്ങൾക്ക് മുന്നിലും സ്വീകരിച്ചത്. അന്വേഷണ ഏജൻസിയുടെ കയ്യിൽ എന്തെല്ലാം ഉണ്ട് എന്ന് അറിയാത്ത ഒന്നും പറയാനാകില്ല എന്നും കേന്ദ്ര ഏജൻസികൾ ഇവിടെ എത്തിയത് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമാണെന്നുമായിരുന്നു അന്ന് പിണറായിയുടെ പ്രതികരണം. എന്നാൽ അന്വേഷണവും റെയ്ഡും സ്വന്തം മക്കളിലേക്കും സ്വന്തം വീട്ടിലേക്കും എത്തിയതോടുകൂടി ഇത് വ്യക്തിക്കെതിരെയുള്ളതല്ല, മറിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെയുള്ള പ്രസ്ഥാനത്തിനെതിരെയുള്ള കടന്നാക്രമണമാണെന്ന രീതിയിലേക്ക് പിണറായി വിജയന്റെയും CPM-ന്റെയും നിലപാടുകൾ മാറി മറിഞ്ഞു. വീണയുടേത് പൂർണ്ണമായും നിയമപരമായ ബിസിനസ് ഇടപാടാണെന്നും ഇതിൽ പിണറായി വിജയന് യാതൊരു പങ്കുമില്ല എന്നും പാർട്ടി ആവർത്തിച്ച് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ റെയ്ഡിനെതിരെ തെരുവിൽ ആക്രമണം അഴിച്ചുവിട്ടാണ് പാർട്ടി അണികൾ നേതാവിനെ പ്രതിരോധിക്കുന്നത്. മുൻപ് പാർട്ടി സെക്രട്ടറി കോടിയേരിയുടെ മകനെ തള്ളിപ്പറയുകയും ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് പിണറായിയുടെ മകളെ സംരക്ഷിക്കാൻ പാർട്ടി സംവിധാനങ്ങൾ മുഴുവൻ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്നതിലെ വിവേചനമാണ് ജോയി മാത്യുവിന്റെ കുറിപ്പിലൂടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയാകുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇന്നലെ ബിനീഷ് കോടിയേരിയെയാണ് എനിക്കിഷ്ടമായത്. തന്നെ അറസ്റ്റ് ചെയ്ത ഇ.ഡി. തന്റെ വീട് റെയ്ഡ് ചെയ്തപ്പോൾ വിദഗ്ധമായി കൈയൊഴിഞ്ഞ വിജയന്റെ മകളുടെ കേസിൽ റെയ്ഡ് ചെയ്യാൻ വന്നവരെ ആക്രമിച്ചവരെ തടയാൻ കാണിച്ച ആ മനസ്സുണ്ടല്ലോ, അത് കാണാതെ പോകരുത് എന്നാണ് പറയുന്നത്. യഥാർത്ഥ കോടിയേരിയുടെ രക്തം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം നിർത്തുന്നത്. എന്തായാലും ഇനിയും ഒരു പക്ഷേ വീണയ്ക്ക് ഇനിയും നോട്ടീസ് ലഭിച്ചിട്ടുണ്ട്. ഇനിയും ഒരു പക്ഷേ പ്രതിഷേധിക്കാനുള്ള അല്ലെങ്കിൽ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ വീണ്ടും വീണ വിജയന് നോട്ടീസ് ലഭിച്ചു എന്നുള്ള വിവരമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇനിയും ചോദ്യം ചെയ്യും, അങ്ങനെയെങ്കിൽ ഇനിയും വീട്ടിലേക്ക് പലയിടങ്ങളിലായി എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ മകൾ വീണ വിജയനും അവരുടെ ഉടമസ്ഥയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന
എന്ന കമ്പനിയും 2016 മുതൽ 2021 വരെ CMRL നിന്ന് കൈപ്പറ്റിയത് 2.78 കോടി രൂപയെന്ന SFIO അന്വേഷണ റിപ്പോർട്ട് ഉണ്ട്. ഇതിൽ 2.07 കോടി വീണയ്ക്ക് നേരിട്ടും 71 ലക്ഷം രൂപ എക്സാലോജിക് കമ്പനിക്കുമാണ് CMRL നൽകിയിരിക്കുന്നത്. 2024 നവംബറിൽ SFIO തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ED അഴിമതി നിരോധന നിയമം ഉൾപ്പെടുത്തി വിഷയത്തിൽ അന്വേഷണം നടത്തുന്നത്. വീണ വിജയന്റെ ഫോണ് പിടിച്ചെടുക്കുകയും ചോദ്യം ചെയ്യാൻ നോട്ടീസ് അയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. 2014-15 കാലയളവിൽ 1 ലക്ഷം രൂപ മൂലധനത്തിൽ തുടങ്ങിയ എക്സാലോജിക് കമ്പനി 2021-22 ആയപ്പോഴേക്കും കടുത്ത സാമ്പത്തിക നഷ്ടത്തിലായി എന്ന് SFIO അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സ്കൂളുകൾക്കും കോളേജുകൾക്കും വേണ്ടിയുള്ള ഇൻമെക് ആയിരുന്നു കമ്പനിയുടെ പ്രധാന സോഫ്റ്റ്വെയർ. എന്നാൽ 2017-19 കാലയളവിൽ വീണയുടെ കമ്പനിയുടെ പ്രധാന വരുമാന സ്രോതസ് കരിമണൽ കമ്പനിയായിരുന്ന CMRL ആയിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ ഉടമസ്ഥയിലുള്ള KSRTCക്ക് 13.41% ഓഹരിയുള്ള സ്ഥാപനമായ CMRL നിന്നാണ് ഇത്തരത്തിൽ കോടികളുടെ പണമിടപാട് നടത്തിയിരിക്കുന്നത്. CMRL നിന്ന് വീണയുടെ കമ്പനി കൈപ്പറ്റിയ തുകയുടെ വിവരം SFIOയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് CMRL നിന്ന് വീണയുടെ കമ്പനി കൈപ്പറ്റിയ തുകയുടെ വിവരം അടക്കമുള്ളവ ലഭിച്ചിട്ടുണ്ട്. ഡയറക്ടറായ ശശിധരൻ കർത്തയുടെ എംപവർ ഇന്ത്യ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന കമ്പനി എക്സാലോജിക്കിന് 50 ലക്ഷം വായ്പ നൽകിയിരുന്നു. ഇതിനു പുറമെ മാസം 3 ലക്ഷം രൂപ വെച്ച് സർവീസ് ലെവൽ കരാറ് പ്രകാരം എക്സാലോജിക്കിനും 2017 മാർച്ച് 2 നൽകുകയും ചെയ്തിരുന്നു. കൂടാതെ വീണയെ പ്രതിമാസം 5 ലക്ഷം രൂപ പ്രതിഫലത്തിൽ CMRLന്റെ IT കൺസൾട്ടന്റായി നിയമിക്കുകയും ചെയ്തുവെന്നും SFIO റിപ്പോർട്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായതിനു ശേഷം 2017 ജനുവരി 1 മുതലായിരുന്നു നിയമനം. CMRLന് പുറമെ 2017-18-19 സാമ്പത്തിക വർഷത്തിൽ 12 സ്ഥാപനങ്ങളിൽ നിന്നായി എക്സാലോജിക്കിന് 2.1 കോടി ലഭിച്ചതായും അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. അതേസമയം എക്സാലോജിക് കമ്പനി CMRLന് ഒരു തരത്തിലുള്ള സേവനവും നൽകിയിട്ടില്ലെന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്ന് SFIO പറയുന്നുണ്ട്. എക്സാലോജിക് ജീവനക്കാർ, CMRL IT മേധാവി വീണ വിജയൻ എന്നിവർ ഇത് സാധൂകരിച്ച് മൊഴി നൽകിയിട്ടുണ്ടെന്നും അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നു. 2019 ജനുവരിയിൽ ആദായ നികുതി വകുപ്പ് നടത്തിയ പരിശോധനയിൽ 1,72 ലക്ഷം രൂപ വീണയ്ക്ക് നൽകിയെന്നായിരുന്നു കണ്ടെത്തിയത്. എന്നാൽ ആദായ നികുതി റെയ്ഡിന് ശേഷവും കരിമണൽ കമ്പനിയിൽ നിന്ന് എക്സാലോജിക് അക്കൗണ്ടിലേക്ക് പണം ഒഴുകിയെന്നാണ് SFIO കണ്ടെത്തിയത്. IT സേവനങ്ങൾക്ക് എന്ന പേരിൽ 2.78 കോടിയാണ് CMRL നിന്ന് എക്സാലോജിക്കിന് നൽകിയത്. തുടർന്ന് ഈ പണം ഉപയോഗിച്ച് എക്സാലോജിക് എംപവർ ഇന്ത്യ കൊമേഴ്ഷ്യലൈസിൽ നിന്നും വാങ്ങിയ വായ്പ തിരിച്ചടച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. കമ്പനി നിയമപ്രകാരം 6 മാസം മുതൽ 10 വർഷം വരെ തടവും പിഴയും ശിക്ഷ ലഭിക്കാവുന്ന കുറ്റം വീണയ്ക്കെതിരെ SFIO കണ്ടെത്തിയിട്ടുണ്ട്. 1 വർഷം മുമ്പും കുറ്റപത്രം എറണാകുളത്തെ പ്രത്യേക കോടതിയിൽ സമർപ്പിച്ചു.